ഫെമിനിസം എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം, എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എന്നെ വീട്ടിൽ നിർത്തത്തില്ല, വാപ്പി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ നിൽക്കണ്ട, ഹിജാബ് ഇട്ടില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണ്ട, പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഭാവിയിൽ എനിക്കിത് മാറ്റാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതാറുണ്ട്, ഒരിക്കലും ഒരു 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ് പോകുന്ന വിശ്വാസമാണെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ടാണ് ഒരു പെണ്ണിനോട് നല്ലോണം മറച്ച് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞത്. ആണിനെ ആകർഷിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പെണ്ണിനെ ആകർഷിപ്പിക്കുന്നവനാണ് ശൈത്താൻ. ഒരാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ആ ആണിനോട് ഒരു കൂട്ടുകാരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രായമുള്ള ആളാകട്ടെ, ചെറുപ്പക്കാരനായിട്ട് ആരും ആകട്ടെ, ഓലിങ്ങനെ സംസാരത്തിൽ മുഴുകിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങാടിയിൽ നിന്ന് പോകാം. അതേ സമയത്ത് ആ അങ്ങാടിയിലേക്ക് വരുന്നത് കാര്യമായും മറകളൊന്നും സ്വീകരിക്കാത്തൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് അങ്ങാടിയുടെ അങ്ങേ അറ്റത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 10-20 തവണ ശൈത്താൻ പറയും, പിന്നെ ഒന്ന് അങ്ങോട്ട് നോക്കി, അവര് ചിരിക്കുന്ന എന്നെ കണ്ടിട്ടാ തോന്നുന്നു, ഒന്ന് ഇങ്ങോട്ടതാ അവിടെ, അവര് എന്റെ ഭംഗി എല്ലാവർക്കും ഭയങ്കര, ഒന്ന് അങ്ങോട്ട് അതാ ഓല എന്നെ വിളിക്കുന്നുണ്ട്, ഒന്നിങ്ങോട്ട് നോക്കി. എത്ര ആളുകളിലേക്ക് നോക്കി. ആദ്യമായി ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയട്ടെ, അള്ളാഹു നമുക്ക് തന്നൊരു നിയമസംഹിതയുണ്ട്. വിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു നിയമസംഹിത, അതിനാണ് ശരീഅത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തിയാകണം നമ്മുടെ ജീവിതം. ശരീഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മഹാന്മാര് നിർദ്ദേശിക്കുന്ന വലിയൊരു മാർഗമാണ് ത്വരീഖത്ത്. അതത്ര എളുപ്പമാണ് എന്ന് കരുതരുത്. ഞാൻ സാമ്പിളുകൾ പറയാം. എവിടുന്നെങ്കിലും 2 ദിക്ർ സ്വീകരിക്കുമ്പോഴേക്ക് ത്വരീഖത്തായി പോയി എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ഒരു നസീഹത്ത് കേട്ട് നടക്കുമ്പോഴേക്ക് അയാൾ ത്വരീഖത്തിൽ കൂടിപ്പോയി എന്ന് ചിന്തിക്കരുത്. ത്വരീഖത്ത് എന്ന് പറയുന്നത് ഒരു മഹാസംഗതിയാണ്. ആ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ സഹോദരങ്ങളെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു 9 വസിയ്യത്തുകളാ പറഞ്ഞത്. من رام أن يسلك طريق الأولياء فليحفظن هذه الوصايا عاملا. ഔലിയാഇന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ ലക്ഷ്യം വെച്ച് വരുന്ന ആള്, ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ചിന്തിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പാന്താവ് പിന്തുടർന്ന് എനിക്ക് ജീവിതം രക്ഷപ്പെടുത്തണം. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ വസിയ്യത്തുകളൊക്കെ പാലിക്കണം, ശ്രദ്ധിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണം. അതിലൊന്നാമത്തെ വസിയ്യത്ത് തൗബയാണേ. 9 വസിയ്യത്തുകളാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നത്. എന്തിന്? ആ 9 വസിയ്യത്തുകൾ പാലിച്ച് കൃത്യമാക്കിയിട്ട് വേണം ത്വരീഖത്ത് എന്ന് പറയുന്ന മഹാസംഗതിയിലേക്ക് ഒരാൾക്ക് കടക്കാൻ. ആദ്യം 9 ഒന്ന് കൃത്യമായി പാലിക്കണം. അത് റെഡിയായോ? എന്നാ പിന്നെ നിനക്ക് അതിന്റെ നല്ല മട്ടവും ഭാവവും റെഡിയൊക്കെ ഉള്ള നല്ല മഹാന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് അള്ളാഹു നിനക്ക് തരും. അതിലൊന്നാമത്തത് തോബയാണെന്ന് പറയുമ്പോഴേക്കന്നെ നമ്മൾ ആൾക്കാർ പറയും, ഉസ്താദ് അതിന് മാത്രം പ്രായമായിട്ടില്ല. തോബയാണെന്ന് പറയുമ്പോഴേക്കന്നെ പറയും, തോബക്കൊക്കെ ഒരു 75-80 ആണ്ടേ. അല്ലല്ല, തോബ എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ല സുഖജീവിതം തരുന്ന അള്ളാന്റെ ഓർഡർ, അള്ളാഹു താലാന്റെ ഓഫർ അങ്ങനെയാണ്. നിങ്ങൾ 20-ാം വയസ്സിൽ തൗബ ചെയ്യുന്നുണ്ടോ, എന്നാ ശിഷ്ടകാല ജീവിതമൊക്കെ നല്ല സുഖജീവിതാണ്. സുഖജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ഖബറിലെത്തിയുള്ള കാര്യമല്ല പറയുന്നത്, ദുന്യാവിൽ തന്നെ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യൂ, പകരം അള്ളാഹു എന്ത് തരും? യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. നിശ്ചയിക്കപ്പെട്ട കാലാവധി വരെ നല്ല സുഖത്തിലായി ജീവിപ്പിക്കും. തൗബ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. തൗബ സ്വീകരിച്ച് കിട്ടിയാൽ അങ്ങനെയാണ്. അത് ചെറിയൊരു സന്തോഷം എന്നല്ല തൗബ കൊണ്ട് കിട്ടുന്നത്, വലുതാണ്. തൗബക്കുള്ള നല്ല ചാൻസ്, അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.
എല്ലാ ഹക്കും വീടിയിട്ടുള്ള തൗബ അത് നേരത്തെ തന്നെ നിർവഹിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സൂക്ഷ്മത തന്നെ ആയിരിക്കും. അത് ഒന്ന് ആലോചിച്ച് നോക്കി. തൗബക്കുള്ള 4 ഷർത്ത് 3 ഷർത്ത് ഒരു പക്ഷെ ഒത്തിങ്ങനെ പോകാം. 4 ഷർത്തും കൂടി റെഡിയാക്കിയിട്ടുള്ള ഒരു തൗബ റെഡിയായി കഴിഞ്ഞ് പിന്നെ ഒരാൾ തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പേക്കാതെ എവിടെയും കുടുങ്ങാതെ ഒരു കുഴിയിലും ഒരു ചളിയിലും വീഴാതെ വളരെ കൃത്യമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇതൊരു പണി തന്നെയല്ലേ. ആ തൗബന്റെ ബാബിന്റെ അവസാനം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ തൗബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യണം? പിന്നെ നീ കൃത്യമായിട്ട് എപ്പോഴും നീ എങ്ങനെ നടക്കണം? പിന്നെ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് ദായിമായി വേണ്ടത് മുഹാസബത്താണ്, വിചാരണാബോധമാണ്, വീഴ്ചകളെ കുറിച്ചുള്ള വിചാരണബോധം. അല്ലാഹുവേ, ഇന്ന് പകല് സൂര്യൻ ഉദിച്ചതിന് ശേഷം എന്തെങ്കിലും ആ പറയുന്ന റൂട്ടിൽ നിന്ന് തെറ്റുന്നത് എന്റെ നാവിലൂടെ ഉരുവിട്ടുവോ? എന്റെ കണ്ണ് ഏതെങ്കിലും അരുതായ്മയിലേക്ക് നോക്കിപ്പോയോ? എന്റെ മനസ്സിൽ അങ്ങനെ വല്ലാത്തൊരു ചിന്ത വന്നുപോയോ? സ്വന്തം ഒരു ആത്മപരിശോധന, സ്വന്തം ഒരു വിചാരണ. നമ്മളെ മനസ്സിനോട്, നമ്മളെ ശരീരത്തോട് നമ്മൾ ചോദിക്കുക, നമ്മളെ കൈയിനോടും കാലിനോടും നമ്മൾ ചോദിക്കുക. അശ്രദ്ധയും മടിയൊക്കെ മാറിപ്പോകുന്ന രീതിയിൽ നല്ല ഒരു ആത്മവിചിന്തനത്തിന് വേണ്ടി നീ പിന്നെ വിധേയനാകണം. തൗബ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് നോക്കാൻ പറ്റൂല, ഇങ്ങോട്ട് നോക്കാൻ പറ്റൂല. അങ്ങനെയുണ്ടല്ലേ നിങ്ങള്? പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഹജ്ജിന് പോയി വന്നാല് പഴയ കാലത്തെ മനുഷ്യന്മാർ പറയും, ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മൂപ്പര് 3 കൊല്ലാണ് ആകെ ജീവിച്ചത്. പക്ഷെ ആ 3 കൊല്ലത്തിൽ ഒരു വാക്ക് തെറ്റായി പറഞ്ഞത് ഓർമ്മല്ല. അത് ആ പിടുത്താണത്, ആ ഹിഫ്ള്, ആ സൂക്ഷ്മത. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ചെറുതൊന്നല്ല, ചെറിയ കഴിവെന്ന് പറയാൻ പറ്റൂല. നമ്മളെ ലോക്കൽ ശരീരമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞു പോകൂലേ. കണ്ണൊക്കെ നല്ലോണം സൂക്ഷിച്ച് മുറുകെ പിടിച്ചാ കൊണ്ടുവരുന്നത്. നാവൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടെടുക്കണമെങ്കിലുള്ള കഴിവത്രേക്കും. കണ്ണും നാവും പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ അല്ലെ, പിന്നൊക്കെ ബാക്കി അവയവങ്ങൾ എന്നാ പറഞ്ഞത്. കാരണം കാര്യമായിട്ടുള്ള 2 വിഷയങ്ങൾ അതാണ്, കണ്ണും നാവും. കണ്ണ് ഇല്ലാത്ത ആളുകളെ നോക്കുകൊണ്ട് നിങ്ങൾ, അവരെ കൽബ് ക്ലിയർ ആയിരിക്കും. കാരണം കേടായ ചിത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കണ്ണ് ജന്മനാ കാണാത്ത ആളെ കൽബ് ശുദ്ധായിരിക്കും. ഇത് നോക്കിയിട്ടല്ലേ ഹസദും കിബറും റിയാഉം ശഹ്വത്തും ഹിർസും എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഏതാ? നോട്ടാണ്. നോക്കിയിട്ടാണല്ലോ എന്താ പോനങ്ങനെ, നോക്കിയിട്ടാണല്ലോ എന്താ മറ്റോനങ്ങനെ. അതിങ്ങനെ കണ്ണോണ്ടുള്ള നോട്ടല്ലേ. എന്താ ഓൻക്ക് മാത്രം അങ്ങനെ ഒരു സ്ഥാനം, എന്താ ഓൻക്ക് അങ്ങനെ അല്ലാഹു തആല കൊടുക്കാൻ, എന്താ എനിക്ക് അങ്ങനെ തന്നൂടെ? ഓനെ പഠിച്ചാൽ അല്ലാഹു തആല എന്നെയും പഠിച്ച്, എന്താ ഓന്റെ മക്കള് മാത്രം അങ്ങനെ. ഇങ്ങനെ വിവിധ ചിന്തകൾ നമ്മളെ കൽബിൽ ഉരുണ്ടുകൂടാനുള്ള കാരണം നോട്ടാണ്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നളരി വമുഅ്ലമുൻ നാരി മിൻ മുസ്തസ്ഗിരിശ് ശറരി. എല്ലാ വിപത്തുകളുടെയും തുടക്കം നോട്ടമാണ് എല്ലാ വിപത്തുകളുടെയും ആരംഭം. വലിയ വലിയ തീ ഉണ്ടാകുന്നത് ചെറിയ പൊരി കൂടിയിട്ടല്ലേ. ചെറിയ തീപ്പൊരി ഇങ്ങനെ കട്ടി കൂടി വരുമ്പോ വലിയ തീയായി മാറുന്നു. വലിയ വലിയ വിപത്തുകളിലേക്ക് ചെറിയ കാര്യങ്ങൾക്ക് തുടക്കം കണ്ണാണ്. കണ്ണങ്ങനെ നോക്കി തുടങ്ങുമ്പോൾ പല ചിത്രങ്ങളും മനസ്സിൽ തെളിയുകയാണ്. കണ്ണ് കാണാത്ത മനുഷ്യന്റെ മനസ്സ് നല്ല ക്ലിയറായ മനസ്സാണ്. ഹസദ് ആ മനുഷ്യന് അറിയില്ല, കിബ്ർ അറിയില്ല, റിയാ അറിയില്ല. എന്ത് സുടമായ കൽബാണ് അയാളെ കൽബ്. കാരണം കണ്ണ് കൽബിലേക്കൊരു കറയും വരുത്തിയില്ലല്ലോ. നിങ്ങൾ നോക്കി, ഒരൊറ്റ ഹറാമിൽ നിന്ന് കണ്ണിനെ മാറ്റിയാൽ
40 ദിവസം ഈമാനിന്റെ മാധുര്യം ആ മനുഷ്യന് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. ഒരു ഹറാമ് കാണുന്നതിൽ നിന്ന് കണ്ണങ്ങ് ചിമ്മിപ്പോയി, കാണണ്ടാന്ന് മുറുകെ പിടിച്ചൊരു തീരുമാനം, ആ സ്ഥലത്തുനിന്ന് മാറുന്നത് വരെ കണ്ണ് ചിമ്മലോട് ചിമ്മിപ്പോയി. ആ മനുഷ്യന് 40 ദിവസം ഇബാദത്തിന്റെ ഒരു മാധുര്യം ലഭിക്കാന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ്. നിസ്കരിക്കുന്ന നിസ്കാരവും ചൊല്ലുന്ന ദിക്റും ഓതുന്ന ഓത്തും ചൊല്ലുന്ന സ്വലാത്തും ഒക്കെ സഹോദരങ്ങളെ ഇബാദത്തിന്റെ ഒരു മധുരം അതിന് വരേണ്ടയോ? ഇബാദത്തിന്റെ മധുരം കിട്ടുന്ന ആൾക്ക് നിസ്കരിച്ചാൽ എപ്പോഴെങ്കിലും പൂതി മാറുമോ? ദിക്ർ ചൊല്ലിയാൽ മതിയായി എന്ന് തോന്നുമോ? ഖുർആൻ ഓതിയാൽ ധാരാളമായി പോയി എന്ന് തോന്നുമോ? ഒരൊറ്റ ഇബാദത്തും അയാൾക്ക് മതിയായി എന്ന് തോന്നൂല. ഇബാദത്തിന്റെ ലദ്ദത്ത് ആനന്ദം കിട്ടിയ ആൾക്ക് അത് വല്ലാത്ത രസമാണ്. ഓതി 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 കിതാബ് ഓതി 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 ഓതിയിട്ട് അതിൽ രസം മൂത്ത ഒരുപാട് ആലിമുകൾ, നേരം വെളുത്ത കഥ അറിയാത്തവരില്ലേ? ദിക്ർ ചൊല്ലി 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 ചൊല്ലിയിട്ട് ഇത്ര വേഗം സുബിയായോ എന്ന് ചോദിച്ചവരില്ലേ? ഖുർആൻ അങ്ങനെ ഓതിയിട്ട് ഇത്ര പെട്ടെന്ന് സുബഹി നിസ്കരിക്കാനായോ എന്ന് ചോദിച്ചവരില്ലേ? അവർക്കൊക്കെ സ്പർശിച്ച ഒരവസ്ഥ അത് ലദ്ദത്തുൽ ഇബാദത്താണ്, ഇബാദത്തിന്റെ മധുരമാണ്. അതിന് നമ്മുടെ കണ്ണ് ആ മധുരം കിട്ടുന്നതിനൊരു തടസ്സമാകുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞൊരു അവയവമാണ് കണ്ണ്. ഖുർആനിലും തന്നെ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും 2 ആയത്തിലായി അല്ലാഹു തആല വേറിട്ട് ഉപദേശിച്ചൊരു ഉപദേശം കൂടിയാണത്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളോട്, ആണുങ്ങളോട് പറഞ്ഞു കൊടുക്ക് നബിയെ, കണ്ണ് നോക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കണ്ണ് ചിമ്മട്ടെ. അപ്പൊ സ്വകാര്യതകൾക്ക് വലിയ സംരക്ഷണം കിട്ടും. കണ്ണുകൊണ്ട് നോട്ടം കാണുമ്പോ മനുഷ്യന്റെ ശഹ്വത്ത് പിന്നെ കൂടി 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 വരും. ആദ്യം ഒരു കാഴ്ചയാണ്, പിന്നെ തോന്നും പിന്നൊന്നും കൂടി കാണണമെന്ന്, പിന്നെ തോന്നും അടുത്തുനിന്ന് കാണണമെന്ന്, പിന്നെ തോന്നും ഒന്ന് സംസാരിക്കണമെന്ന്, പിന്നെ തോന്നും ഒന്ന് സ്പർശിക്കണമെന്ന്, പിന്നെ ബാക്കി എല്ലാം പടിപടിയായി തോന്നിപ്പോകുന്നു. തുടക്കം നോട്ടമാണ് അല്ലേ? കണ്ടപ്പോ അങ്ങനെ തോന്നി. ഇപ്പൊ അടുത്തൊരു കൊലപാതകം നടന്നപ്പോ എത്ര സ്വർണ്ണാലേ, സ്വർണ്ണൊക്കെ കിട്ടിയ തിരക്കടില്ല. സ്വർണം കണ്ടപ്പോ മോഹം വന്നുപോയി. കണ്ടിട്ടില്ലേ മോഹം വരുമോ? എത്ര സ്വർണ്ണാലേ, ആ സ്വർണ്ണൊക്കെ കിട്ടുമോ? പിന്നെയും കണ്ടു, സ്വർണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കുറച്ചൊന്നും. പിന്നെയും കണ്ടപ്പോ ഇഷ്ടം പോലെ സ്വർണ്ണം. അപ്പൊ പിന്നെ കൽബിന് പല മോഹങ്ങളുമായി. ആ മോഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിന്റെ തുടക്കം നോട്ടമാണ്. അനാവശ്യങ്ങളൊക്കെ നോക്ക് നിങ്ങൾ, അതിൻ്റെയൊക്കെ തുടക്കം അങ്ങനല്ലേ? ഒരു മനുഷ്യൻ അനാവശ്യങ്ങളിലേക്ക് പ്ലാൻ വരക്കുന്നത് മുഴുവനും അനാവശ്യങ്ങൾ വാർത്താ മീഡിയകളിലൂടെ കാണുന്നു എന്നതാണ് തുടക്കം. 10 വയസ്സുകാരിയെ ഈ അടുത്ത് കൊലപ്പെടുത്തിയപ്പോ, ചെറിയ കുട്ടിയല്ലേ സഹോദരങ്ങളെ, 10 വയസ്സെന്ന് പറഞ്ഞാൽ 5-ലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടിയല്ലേ? ആ കുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്ര ബിന്ദു ആരാ? കണ്ണാണ്. എന്ത്? സീരിയലുകളിലുള്ള നിത്യമായ നോട്ടവും അതിന്റെ ചിത്രീകരണവും മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നത് പ്രാക്ടിക്കലായി നടപ്പിലാക്കിയതാണത്. അതാണ് പ്രതി ഉത്തരം പറഞ്ഞത്. അവിടെയും പ്രവർത്തിച്ചത് സഹോദരങ്ങളെ കണ്ണാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണിനോട് നല്ലോണം മറച്ച് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞത്. ആണിനെ ആകർഷിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പെണ്ണിനെ ആകർഷിപ്പിക്കുന്നവനാണ് ശൈത്താൻ. ഒരാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ആ ആണിനോട് ഒരു കൂട്ടുകാരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രായമുള്ള ആളാകട്ടെ, ചെറുപ്പക്കാരനായിട്ട് ആരും ആകട്ടെ, ഓലിങ്ങനെ സംസാരത്തിൽ മുഴുകിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങാടിയിൽ നിന്ന് പോകാം. അതേ സമയത്ത് ആ അങ്ങാടിയിലേക്ക് വരുന്നത് കാര്യമായും മറകളൊന്നും സ്വീകരിക്കാത്തൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് അങ്ങാടിയുടെ അങ്ങേ അറ്റത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 10-20 തവണ ശൈത്താൻ പറയും, പിന്നെ
ഒന്ന് അങ്ങോട്ട് നോക്കി, അവര് ചിരിക്കുന്ന എന്നെ കണ്ടിട്ടാ തോന്നുന്നു. ആ ആ ഒന്ന് ഇങ്ങോട്ട് അവിടെ അവര് എന്റെ ഭംഗി എല്ലാവർക്കും ഭയങ്കര. ഒന്ന് അങ്ങോട്ട് അതാ ഓല എന്നെ വിളിക്കുന്നുണ്ട്, ഒന്നിങ്ങോട്ട് നോക്കി. എത്ര ആളുകളിലേക്ക് നോക്കി. അതുകൊണ്ടാണ് അൽ മർഅതു ഔറത്തുൻ ഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്വാൻ. പെണ്ണ് മുഴുവനും ഔറത്താണ്, പെണ്ണ് മുഴുവനും ഔറത്താണ്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പെണ്ണിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്ന് പറയാതെ അൽ മർഅതു ഔറത്തുൻ, സ്ത്രീ മുഴുവനും ഔറത്താണ്, മറക്കേണ്ടതാണ്. പുറത്തിറങ്ങിയാൽ ഇസ്തശ്റഫഹ ശൈത്വാൻ, പിശാച് അവളെ ആകർഷിപ്പിക്കും. ശൈത്താൻ അവളെ നോക്കിപ്പിക്കും. ഇങ്ങോട്ടൊന്ന് നോക്ക്, അങ്ങോട്ടൊന്ന് നോക്ക്, തിരിച്ചും മറിച്ചും നോക്കുന്നു. ചില ആണുങ്ങൾ ചോദിച്ചു, എന്താ പഠിച്ചോ ആ പെണ്ണ് ഇങ്ങോട്ട് നോക്കണ, നേരെ പോയാൽ പോരെ? പിന്നെയും നോക്കാണ്, പിന്നെ അങ്ങോട്ട് നോക്കുക, പിന്നെ ഇങ്ങോട്ടും നോക്കാണ്. ഇതിനാ നമ്മളോട് ആ മറ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. അത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, നമ്മളെ കണ്ണ് എങ്ങോട്ടും പോകാതിരിക്കാനാണ്. നാവിനെയും സൂക്ഷിക്കാൻ പറഞ്ഞില്ലേ? നാവിനെ സൂക്ഷിച്ച സഹോദരങ്ങളെ, ചെയ്യുന്ന മിക്ക പണിയും നന്നായി കിട്ടും. അതല്ലേ വെള്ളിയാഴ്ച നമുക്കൊക്കെ ഖതീബ് തരുന്ന ഉപദേശം, ഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും. നിങ്ങൾ നേര് പറഞ്ഞോളി, എന്നാ അമലൊക്കെ നന്നായി കിട്ടും. നേര് പറയുമ്പോ എങ്ങനെ ഉസ്താദെ അമലൊക്കെ നന്നായി കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു അമലും എന്നല്ല, നിങ്ങളെല്ലാ അമലും യുസ്ലിഹ് ലക്കും അഅമാലക്കും. നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ, ഫർളും സുന്നത്തും, അതൊക്കെ ലെവലായി കിട്ടണം എന്ന് ആഗ്രഹമല്ലേ? അള്ളാഹു സ്വീകരിക്കണ നല്ല അമലാകണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഖൂലു ഖൗലൻ സദീദൻ. നേര് പറയാം, നേരെ ചൊവ്വേ മാത്രം പറയാം. അങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കഴിവാണ്. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കഴിവാണ്. അങ്ങനെയൊക്കെയല്ലേ മഹത്തുക്കളെ സമ്മതിക്കണ ഒരു രൂപം പറയുന്നത്. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ മൊത്തത്തിൽ എണ്ണി ഇത് രണ്ടും കാര്യമായി സൂക്ഷിക്കണം. എന്നിട്ട് നീ സൂക്ഷ്മതയിലായിട്ട് നടക്കുമ്പോ പിന്നെയും പരീക്ഷണങ്ങൾ വരാം. അശ്രദ്ധ മൂലമോ ഏതെങ്കിലും പാടില്ലാത്തവരോടൊപ്പമുള്ള സഹവാസത്തിലോ ആയിട്ട് നിന്റെ ഈ തൗബയെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ പെട്ടെന്ന് അവിടുന്ന് സലാമത്താകണം. പിന്നെ കുടുങ്ങിപ്പോകരുത്. ഏതെങ്കിലും ആളടുത്ത് പോയി നീ ഇരുന്നു പോയി, നീ ആരാണ്? തൗബ ചെയ്ത് കറക്റ്റായ ആളാണ്. ഒന്നാമത്തെ വസിയത്ത് പാലിച്ചാ നീ വന്നിരിക്കുന്നത്. പടച്ചോനെ, ആ പറയുന്നതും ആ കേൾക്കുന്നതൊക്കെ എനിക്ക് ദഹിക്കാൻ പറ്റാത്തതാണല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ ഇപ്പൊ വരാം, ചെറിയൊരു കാര്യമുണ്ട്. നീ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടണം, പെട്ടെന്ന് പോയേക്കണം, അവിടെ തമ്പടിച്ചു കൂടണ്ട.